ഇന്ന് നമ്മള് വാഗമൺ പോയിക്കൊണ്ടിരിക്കുക. രാരാപ്പിച്ചുട്ടിയുടെ ചിരി ഉണ്ടോ? രാരാപ്പിച്ചുട്ടി ഹായ് പറഞ്ഞേ. ഹായ്, ഹലോ. കൊട്ടാരക്കര എത്തി. രാവിലെ 7:30 ആയപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇപ്പൊ കൊട്ടാരക്കര എത്തി. ഇപ്പൊ എത്ര മണിയായി? 7:45 കാണും. 8 മണിയായി. പക്ഷെ നമ്മൾ ഒരുപാട് നേരം എടുത്തോ കൊട്ടാരക്കര എത്താൻ വേണ്ടി. വണ്ടിക്കകത്ത് പെട്രോളൊക്കെ ഫുൾ ടാങ്ക് പെട്രോളൊക്കെ അടിച്ച് പോയിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ ആരാപ്പിച്ചുട്ടി ഹായ്, ഹലോ, ഹലോ, ബൈ ബൈ, ഹായ്, ഹായ്, ഹായ്. ആരാപ്പിച്ചുട്ടി ഹായ് പറഞ്ഞേ. നമ്മള് വാഗമൺ പോകുന്ന കാര്യം പറഞ്ഞില്ലല്ലോ. നമ്മൾ എന്തിനാ വാഗമൺ പോകുന്നത്? അതാ ഞാനിരുന്ന് ആലോചിക്കാണ്, മറന്നുപോയി എന്തിനാ പോകുന്നതെന്ന് വരെ. ഗൈസ്, ഇവരുടെ വെഡിങ് ആനിവേഴ്സറി ആണ് നാളെ. നമ്മൾ അതിനു വേണ്ടിയാണ് വാഗമൺ പോകുന്നത്. ഇന്ന് നമ്മൾ പോയിട്ട് നാളെ തിരിച്ചു. ആരാപ്പിയുടെ ചിരി ഉണ്ടോ? ഭയങ്കര സന്തോഷത്തിലാ. ഇപ്പൊ കുറച്ചു നേരം കഴിയുമ്പോ അറിയാം എന്തുവാന്ന്. നമ്മളിവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തി. ഹോട്ടൽ അന്നപൂർണയിലാണ് നമ്മൾ നിർത്തിയേക്കുന്നത്. ഇത് ഏത് സ്ഥലം? എവിടെ? കോന്നി ഹോട്ടൽ അന്നപൂർണയില്. ഹായ് പറ. ഹായ്. നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങി. സൂപ്പർ ഫുഡായിരുന്നു. നല്ല ദോശയൊക്കെ ആയിരുന്നു. ഞാൻ മസാല ദോശ എന്നത്തെ പോലെ തന്നെ രാരാപ്പി ഒന്നും കഴിച്ചിട്ടില്ല. രാരാപ്പി ഇവിടെ ഡേറ്റ്സ് കഴിച്ചോണ്ടിരിക്കുക. സൂപ്പർ മസാല ദോശയായിരുന്നു. മസാല ദോശ, ഇഡലി എല്ലാം കൊള്ളായിരുന്നു. ഇല്ലേടെ സൂപ്പർ ആയിരുന്നു ഗൈസ്. രാരാപ്പി കാർട്ടൂണൊക്കെ കണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ, ഡേറ്റ്സ് കഴിച്ചുകൊണ്ടിരിക്കുക. കണ്ടോ, കാറിനകത്ത് ഇങ്ങനെ കാർട്ടൂൺ ഇട്ട് കൊടുത്തോണ്ടിരിക്കുക. നമ്മൾ പരുന്തുംപാറ എത്തി. പരുന്തുംപാറ എത്തുന്നുണ്ട്. ഈ മല ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുക. ഇതിങ്ങനെ കയറിക്കൊണ്ടിരിക്കുക. കുന്നൊക്കെ ആയിരുന്നു, കുഴയും തോന്നുന്നു. അശോച്ചി എങ്ങനെ ഉണ്ടടാ? ഇഷ്ടപ്പെട്ടോ? നമ്മള് വാഗമൺ നമ്മളൊരു ഹോം സ്റ്റേ എടുത്തേ. മൂൺ വാലി ഹോം സ്റ്റേ. നമ്മളിവിടെ എത്തിയതാ. ഇവിടത്തെ ലീവിംഗ് ആയത്. രാരാപ്പിക്ക് ഇവിടെ വെച്ച് ചോറ് കൊടുത്ത്, ഇവിടെ ചോറായത് അശ്വിച്ച് വൃത്തിയായിക്കൊണ്ടിരിക്കുക. പിന്നെ ഇവിടുന്ന് കണ്ടോ, ഇത് നല്ലല്ലേ? ഇപ്പൊ പുതിയതായിട്ട് ഇവര് തുടങ്ങിയതാന്ന് തോന്നുന്നത്. ഈ മേളിൽ ഇങ്ങനൊരു ലൈറ്റൊക്കെ ഉണ്ട്, കണ്ടോ. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഇങ്ങനൊരു ചെറിയൊരു സ്റ്റെപ്പ് ഉണ്ട്. അതിനങ്ങോട്ട് കയറി പോകുമ്പോൾ ഒരു റൂം. ഇത് തുറക്കട്ടെ. എന്താ കണ്ടോ ഗൈസ്, നല്ലൊരു റൂമാണ്. നല്ല സ്പേസും ഒക്കെ ഉണ്ട്. ഇവിടെ ഒരു ടേബിളൊക്കെ ഉണ്ട്. പിന്നെ ഇതാ ഇവിടെ അപ്പോൾ ഈ റൂമിൽ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് ഇറങ്ങി ഇങ്ങനെ അങ്ങോട്ട് താഴോട്ട് പോകുമ്പോൾ ഇതൊരു റൂമുണ്ട്. ഇവിടെ ഒരു റൂമുണ്ട്. മേളത്തെ റൂം പോലെ തന്നെ ഇങ്ങനെ ടേബിളൊക്കെ ഉണ്ട്. ഇവിടെ ഉണ്ട് ടേബിളൊക്കെ. പിന്നെ ഇവിടെ ഇതുപോലെ തന്നെ വാഷ്റൂം ഇതാ ഇവിടെ. പിന്നെ ഇതൊരു കോമൺ ആയിട്ടുള്ളൊരു ബെഡ്റൂമാണ്. ഒരു ബെഡൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതാ ഇവിടെ. ഇതിന് വാതിലൊന്നുമില്ല. നോർമൽ ഒരു റൂം.
ഗൈസ് ഗ്ലാസ് ബ്രിഡ്ജ് കയറിയിട്ട് ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുക. ഓഹ് ഞാൻ പേടിച്ച് വിറച്ച. എനിക്ക് ഹൈറ്റ് ഭയങ്കര പേടിയാണ് ഗൈസ്. ഇവരൊക്കെ കയറി അശ്വച്ചിക്ക് ഞാനും ഹൈറ്റും ഇഞ്ചക്ഷനും പേടിയാണ് അവർ പറയുന്നത്. എന്നെ കളിയാക്കുന്നു. എനിക്ക് പേടിയായി ഗൈസ്. ഞാൻ താഴോട്ട് ഞാൻ ആ വ്യൂ ഒന്നും കണ്ടിട്ട് പോലും ഇല്ല നല്ലോണം. പിന്നെ മഞ്ഞ ആയതുകൊണ്ട് അങ്ങോട്ടുള്ള വ്യൂ ഒന്നും കാണാൻ പറ്റുന്നില്ലായിരുന്നു. പിന്നെ ഇത് ഞാൻ നോക്കിയിട്ടേ ഇല്ല ഈ ഒരു വ്യൂ. എന്താ അയ്യോ ഞാൻ പേടിച്ചിട്ട് താഴോട്ടൊന്നും നോക്കിയതേ ഇല്ല. ഗൈസ് എന്നെ പോലെ ഗ്ലാസ് ബ്രിഡ്ജ് കയറാൻ പേടിയുള്ളവർ, ഹൈറ്റ് പേടിയുള്ളവർ, ഇഞ്ചക്ഷൻ പേടിയുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഭയങ്കര ഗായ്സ് ഇന്ന് വാഗമണിലെ 2ാമത്തെ ദിവസമാണ്. ഞങ്ങള് റൂമൊക്കെ വെക്കേറ്റ് ചെയ്ത്, ഒരു വില്ലയായിരുന്നു, ഹോം സ്റ്റേ ആയിരുന്നു. അവിടുന്ന് വെക്കേറ്റ് ചെയ്ത് അവിടെ വെച്ച് ഞാൻ വീഡിയോ എടുക്കാനങ്ങ് മറന്നുപോയി. വെക്കേറ്റ് ചെയ്ത് ഇറങ്ങി. ഇപ്പൊ ഞങ്ങൾ എങ്ങോട്ടാ പോകുന്നത്? ഇനി നമ്മൾ എങ്ങോട്ടാ പോയിക്കൊണ്ടിരിക്കുന്നത്? ഇപ്പം പാലൊഴുകും പാറയിലോട്ടും മൊട്ടക്കുന്നിലോട്ടും പോയിക്കൊണ്ടിരിക്കുക. ഞങ്ങൾക്ക് അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഇനി ഞങ്ങൾ ഏതെങ്കിലും 2 ഡെസ്റ്റിനേഷനും കൂടെ കഴിഞ്ഞിട്ടങ്ങ് നേരെ തിരിച്ചങ്ങ് വീട്ടിൽ പോകും. വൈകിട്ട് കേക്ക് കട്ടിങ് ഉണ്ട് ഗൈസ്. അശ്വച്ചിയുടെ ഒക്കെ വെഡിങ് ആനിവേഴ്സറി ആയതുകൊണ്ട് നമ്മൾ പക്ഷേ വീട്ടിൽ ചെന്നിട്ട് ആ കേക്കൊക്കെ കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇവിടുന്ന് കേക്കൊന്നും കട്ട് ചെയ്യണ്ടെന്ന് വിചാരിച്ചു. വീട്ടിൽ ആകുമ്പോൾ എല്ലാവരും കൂടെ ഉണ്ടല്ലോ. അങ്ങനെ വീട്ടിൽ ചെന്ന് കേക്കൊക്കെ കട്ടിങ് ഉണ്ട്. പാവ ഒരു ചുട്ടിയെ. ഓഹോ ഞങ്ങളിവിടെ പാലൊഴുകും പാറ കാണാൻ വേണ്ടി വന്നു. വരുന്ന വഴിക്ക് നമ്മൾ ഇങ്ങനെ കുറച്ച് വെള്ളച്ചാട്ടം കണ്ടായിരുന്നു. അതാ സത്യത്തിൽ പാലൊഴുകും പാറ. ഇവിടെ മാപ്പ് വന്നിട്ടൊരു കുന്നിൻ്റെ മുകളിലൊക്കെ ഞങ്ങൾ കയറി ചെന്നപ്പോൾ അവിടെ 2 പേരെ കണ്ടപ്പോഴാണ് അറിയുന്നത് ഇവിടെ ആ റോഡിൽ നിന്ന് വരുന്ന വ്യൂ മാത്രമേ ഉള്ളൂ. അത്രയും കയറി നടന്ന് ഞങ്ങൾ കുഴഞ്ഞ്. ഇല്ലേടാ ശുചി? ആ പറ്റിക്കപ്പെട്ടു. രാരാപ്പി ഓടാ ഭയങ്കര നിർബന്ധം. എന്തോ രാരാപ്പി എന്തിനാ ആ ഏറ്റവും എങ്ങനെങ്കിലോ ഞങ്ങൾ കയറിയത്. രാരാപ്പിക്ക് എങ്ങനെങ്കിലും ഇറക്കൊണ്ട് വന്നു. രാരാപ്പിക്ക് പിന്നെയും മേളിൽ തന്നെ കയറണം. ഇവിടെ ഭയങ്കര വെള്ളച്ചാട്ടത്തിന്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്. പക്ഷെ വെള്ളച്ചാട്ടം അല്ലേ, പിന്നെ എന്തിന്റെ സൗണ്ടായി കേൾക്കുന്നേ? നല്ലൊരു മുളങ്കാടുണ്ട് പക്ഷെ ഇവിടെ. എടാ ഞാൻ ഇറങ്ങിപ്പോന്ന എടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ട്. ഞാനും അശ്വച്ചിയും ഞങ്ങളെല്ലാരും ഇവിടെ ഇറങ്ങി. ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇത് ഫുള്ള് ഫോറസ്റ്റാ. ഇവിടെ മൊത്തം കാടാ. കണ്ടോ അങ്ങാണ് വെള്ളച്ചാട്ടം. കണ്ടോ രാരാപ്പി? ഷാരു ഇവിടെ നമ്മുടെയൊക്കെ പേരെഴുതി വെക്കുന്നു. ആരുടെയൊക്കെ പേരെഴുതി? നമ്മുടെ എല്ലാവരുടെയും പേരെഴുതി. നമുക്ക് ഒരെണ്ണത്തെ എഴുതാടെ. നമ്മുടെ എല്ലാവരുടെയും പേരെഴുതി. അശ്വച്ചി ഭാഗ്യ എഴുതി. ഈ പൊന്നാന്റെ അട്ട കടിച്ച് ഷാരുവിനെ ഭാഗ്യത്തിനെയൊക്കെ അട്ട കടിച്ച്. അയ്യോ
കൊച്ചിനെ എന്തായാലും നമ്മൾ താഴെ നിർത്തിയില്ലല്ലേ, ഇവിടെ കുഴപ്പമില്ല. പെട്ടെന്ന് ഇതെന്റെ യൂട്യൂബ് വീഡിയോയ്ക്ക് വേണ്ടി. ഗൈസ്, ഈ കാണുന്നതാണ് പാലൊഴുകും പാറ. വാഗമൺ ടൂറിന് വേണ്ടി വരുന്നവർ എന്തായാലും വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസ് ആണ്. അട്ട കടിക്കാതെ സൂക്ഷിക്കണം. ഈ ഗൂഗിൾ മാപ്പ് തെറ്റിച്ച് നമ്മളെ ഒരു കറക്കി ഒരു വേറൊരു സ്ഥലത്തുണ്ട്, വേറൊരു റോഡുള്ളടുത്ത്. പക്ഷെ അവിടെ മുളയുടെ സംഭവമൊക്കെ ഉണ്ട്. ഗൂഗിൾ മാപ്പ് തെറ്റിച്ച് നമ്മളെ വേറൊരു സ്ഥലത്തുണ്ട്, അവിടെ കുറച്ച് മുളയുടെ സംഭവം ഉണ്ട്, അവിടെ കുറെ അട്ടയുണ്ട്. ഇവിടെ മൊട്ടക്കുന്നെത്തി. ശരുവൊക്കെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോയി. ശരു ഭാഗ്യം കൂടെ ടിക്കറ്റ് എടുക്കാൻ പോയി. അശ്വസിച്ച് ഇതാ ഇറങ്ങിക്കൊണ്ടിരുന്ന്. ഇറങ്ങണേ, വേഗം വാ. അശ്വജി സിപ്പ് ലൈനിൽ കയറാൻ പോവുക. 400 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് വരുന്നത്. അശ്വജിക്ക് വാഗമൺ വന്നപ്പോഴേ അതിൽ കയറണമെന്ന് വന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ ഇവിടെ ഇപ്പോൾ പോകുന്ന വഴിക്ക് കണ്ട് അങ്ങനെ സിപ്പ് ലൈനിൽ കയറാൻ വേണ്ടി അശ്വജിയോടെ റെഡിയായിട്ട് നിൽക്കുന്നു. വീഡിയോ എൻ്റെ പോയി. ആദ്യം പോകും, പുറകെ പോകാൻ പറ്റില്ല. അറിയാൻ പറ്റും കേട്ടോ. നീ ആദ്യം പൊക്കോ. ഒരാൾ പോകുമ്പോ ഒരു ഫോട്ടോ രാരാപ്പി ട്രക്കിങ്ങിലാ. വരാൻ പറയുന്നു വിളിക്കുന്നു. കൊള്ളാം ഗൈസ്. എന്തൊക്കെ കറിയാ? ഫിഷ് ഫ്രൈ, മെഴുക്ക് പുരട്ടി, ഫിഷ് കറി, തോരൻ, അച്ചാർ. ഹേ ഗായ്സ്, നമ്മുടെ വാഗമൺ യാത്രയിലെ അവസാനത്തെ വീഡിയോ ആണ് ഇത്. നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. തിരിച്ചു ഇപ്പൊ എത്ര മണിയായി? 4:50. നമ്മളൊരു 5:30 ആകുമ്പോഴത്തേക്ക് വീട്ടിലെത്തും. രാരാമി ചിരിക്കുന്നുണ്ടോ? രാരാമി ക്യാമറ ഓണാക്കി സംസാരിച്ച് അപ്പ ചിരിക്കും. ഒരു ഹായ് പറഞ്ഞ രാരാപ്പി. ഹായ്. രാരാപ്പി ഒരു വ്ളോഗറായി മറന്ന്. ഹായ് ഹായ് ഹായ്. സബ്സ്ക്രൈബ് ചെയ്യാൻ പറ. സബ്സ്ക്രൈബ് കൊച്ചു പറയുന്ന എന്തൊക്കെയാ? സബ്സ്ക്രൈബ് ചെയ്യണേന്ന് പറ. സബ്സ്ക്രൈബ്. ഹേ ഗായ്സ്, നമ്മുടെ വ്ളോഗ് ഇവിടെ അവസാനിക്കുക. നമ്മളിപ്പോ വീട്ടിൽ പോയിക്കൊണ്ടിരിക്കുക. നമ്മുടെ വീഡിയോ എല്ലാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം.